നന്ദി. യേശുവേ സ്തുതി. എൻ്റെ പേര് സോണി എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. തിരുക്കുടുംബ ഫൊറാന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2023 ജനുവരി 19 വന്ന് ഉടമ്പടി എടുക്കുന്നത്. പ്രധാനമായിട്ടും എൻ്റെ ഡിഗ്രിയുടെ ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് എനിക്ക് സെക്കൻഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു. ഞാൻ സപ്ലൈ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പാസ്സായില്ല. നല്ലപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പാസ്സായില്ല. വീണ്ടും ഞാൻ എഴുതി, എന്നിട്ടും പാസ്സായില്ല. ഒപ്പമുള്ള പിള്ളേരെല്ലാവരും പല മേഖലയിലേക്കും മാറി മാറി പോകാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കും, പക്ഷെ എന്നാൽ പോലും ഒരു ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല. കാരണം എപ്പോഴും എഴുതും, നല്ലപോലെ എഴുതുന്നുണ്ട്, പക്ഷേ ഞാൻ മാത്രം പാസ്സാവില്ല. ഒപ്പമുള്ള പിള്ളേരെല്ലാവരും പാസ്സായി പോകും. ഈ 2 സപ്ലൈ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കരിയറിൽ ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെ ഒരു പേടിയായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്തിട്ട് ഇതിലൊന്നും എനിക്കൊരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും കണ്ടില്ല. എൻ്റെ എക്സാമൊന്നും പാസ്സായൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് സപ്ലൈ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ശേഷം 2ാമത്തെ സപ്ലൈ എഴുതി. 90 ദിവസം കഴിഞ്ഞു, പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോഴൊന്നും മാറ്റം ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമമായിരുന്നു. പിന്നെ ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് തമ്മിൽ പറഞ്ഞു, തമ്മിൽ എന്തെങ്കിലും മാറ്റം കാണണേ. ആദ്യത്തെ തവണ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ കുറച്ചൊരു ഉഴപ്പിന്ന് പറയാം. കാരണം പല കാര്യങ്ങളും നമ്മളിവിടെ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാനത് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും അത് പാലിക്കണം, തമ്പുരാൻ്റെ അനുഗ്രഹം എനിക്ക് മേടിച്ച് കിട്ടണം, ഇവിടെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ തമ്പുരാൻ മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം, അതിയായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു. പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യാം. ഇവിടെ നമ്മൾ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം എന്നോട് ആവുന്ന രീതിയിലെല്ലാം ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അങ്ങനെ ഞാൻ 3ാമത് എക്സാം എഴുതാൻ വേണ്ടി നിന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഈ വന്ന എക്സാമിൻ്റെ എല്ലാം റീവാലുവേഷന് കൊടുത്തുപോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിവാലുവേഷൻ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ കൊടുത്ത 2 വിഷയത്തിനും എനിക്ക് റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ 2ലും ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ PG ചെയ്തു. അങ്ങനെ തമ്പുരാൻ എനിക്ക് ഈ 2 എക്സാം ഞാൻ ഒരിക്കലും പാസ്സാവില്ല എന്നുള്ളൊരു പേടിയിലിരുന്ന ഈ 2 വിഷയം എന്നെ പാസ്സാക്കി തന്നു. അതിനുശേഷം എനിക്ക് ഒരു 1.5 കൊല്ലത്തോളമായിട്ടുണ്ട്. അതിൻ്റെ ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക്. ഭയങ്കര നീർക്കെട്ട് കൂടി, ഒരുപാട് ആശുപത്രിയിൽ പോയി. എപ്പോഴും പോകുമ്പോഴും ആൻറ്റിബയോട്ടിക് എഴുതും. ഇതൊന്നും കഴിച്ചിട്ട് എനിക്ക് മാറുന്നില്ലായിരുന്നു. ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഡോസ് കൂടി വരിക എന്നല്ലാതെ ഇത് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് വീണ്ടും ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം ഇതൊക്കെ എനിക്ക് എല്ലാം വർക്കൗട്ടായി തുടങ്ങിയതൊക്കെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരുന്നു. അതുവരെ എനിക്ക് വലിയൊരു പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ പറഞ്ഞ പോലെ എല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ കാരുണ്യപ്രവൃത്തിയിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഇപ്പോൾ ജോലി കിട്ടിയ ശേഷം അതിന് മുന്നേ ആയിട്ടാണെങ്കിലും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന സമയത്തൊക്കെ മറ്റുള്ള ഒരു പ്രായമുള്ള ആൾക്കാരുടെ പോലെ ഇറങ്ങിപ്പോയി പ്രായമുള്ള ആൾക്കാരെ കാണാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ഓരോ വട്ടം ഇവിടെ വന്നിട്ട് പത്രം മേടിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം മലപ്പുറം ജില്ലയിൽ ക്രിസ്ത്യൻസ് കുറവാണ്. അപ്പോൾ ഞാനിത് ഈ പത്രം എങ്ങനെ കൊടുക്കും എന്നുള്ളതൊക്കെ എനിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഞാൻ തമ്പുരാനെ കൂട്ടുപിടിച്ച് ഇത് ആവശ്യമുള്ളവർക്ക് ഉപകരിക്കുന്നവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഈ പത്രം എത്താനും ഓരോരുത്തർക്കും ഞാൻ കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചേക്കാട്ടോ എന്നൊരു വാക്ക് പറയും. ഒന്ന് മാറി നിൽക്കും. ഞാൻ പറയും, തമ്പുരാനെ ഇവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആകുലതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഏത് മതസ്ഥരായിക്കോട്ടെ ഞാൻ പറയും, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഞാൻ പറയും, തമ്പുരാനെ ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ള പത്രം മേടിച്ചിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമോ ആകുലതകളോ വിഷമങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തമ്പുരാനെ അതൊന്ന് മാറ്റി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള കാര്യപ്രവൃത്തികൾ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കോട്ടയം പാലയിലുള്ള മാർസ്ലിയ മെഡിസിറ്റിയിലാണ്. അവിടെ ആണെങ്കിലും ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനും ഞാൻ എൻ്റെ ജോലി തൽക്കാലത്തിന് മാറ്റി വെച്ചിട്ട് അവരെ ഒന്നുകൂടി അവരെ ഹെൽപ്പ് ചെയ്യാനും, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസം ഉണ്ടെങ്കിൽ ഒന്നുകൂടി അവരെ പരിഗണിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അത്തരത്തിലുള്ള കാരുണ്യപ്രവൃത്തികൾ ചെയ്യാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ അതുപോലെ കുടുംബത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളിലും വല്ല വയ്യാതിരിക്കുന്നോ അല്ലെങ്കിൽ കാലുവേദന അങ്ങനെയൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഏരിയയിലാണെങ്കിൽ ഞാൻ പോയിട്ട് ഉടമ്പടി നമ്മുടെ തൈലം തൂത്ത് കൊടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണം ഒരു 2 വർഷമായിട്ട് ശരിയാവാതെ നിൽക്കുമായിരുന്നു. പ്രധാന കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 2019 ഞങ്ങൾക്ക് വീട് പണി കഴിഞ്ഞ് കയർത്താമസം കഴിഞ്ഞിരുന്നെങ്കിലും ഒരു 5 കൊല്ലമായിട്ട് അതിൻ്റെ വീടിൻ്റെ പണി പകുതി പോലും തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അങ്ങനെ കുറേ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ പണി തീർക്കാത്തൊരു ബുദ്ധിമുട്ടും ചേച്ചിയുടെ കല്യാണത്തിൻ്റെ കാര്യം കൂടി രണ്ടും കൂടി ആയപ്പോൾ കുറച്ച് പ്രയാസമായിരുന്നു, എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും മാതാവ് കറക്റ്റ് സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ട് ആ ചേച്ചിയുടെ കല്യാണം, അതെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ ആയിട്ട് വീടിൻ്റെ എല്ലാ പണികളും തീർത്തു. നല്ലൊരു വീട് ഞങ്ങൾക്ക് സമ്മാനിച്ചു, എല്ലാ പണികളും തീർത്തൊരു വീട് സമ്മാനിച്ചു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അതുപോലെ തന്നെ ചേച്ചിയുടെ കല്യാണമാണെങ്കിലും ഒരു അല്ലലും കൂടാതെ തമ്പുരാൻ നല്ല രീതിക്ക് നടത്തി തന്നു. ഞാൻ കുറേ ആയിട്ട് ഈ നമ്മുടെ പള്ളിയിലൊക്കെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും പള്ളിയിൽ കുറേ ആൾക്കാർ പുറത്തായിരിക്കും, കുറേ ആൾക്കാരായിക്കൂടെ ഒരു ഫില്ല് ചെയ്തൊരു പള്ളിയിലൊരു കല്യാണം ഞാൻ കൂട്ടിയിട്ട് കുറേ ആയിരുന്നു. പക്ഷേ ചേച്ചിയുടെ കല്യാണത്തിന് മാതാവ് കണ്ടറിഞ്ഞ് എന്തോ ഒരുമിച്ച പോലെ പള്ളി നിറച്ച ആൾക്കാരായിരുന്നു. ഇത് ഇരിക്കാനിടയില്ലാത്ത തരത്തിൽ അത്രയും ആൾക്കാരായിരുന്നു പള്ളിയിൽ കല്യാണത്തിൻ്റെ സമയത്ത്. അതൊക്കെ ഒരു മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണും. അതേപോലെ തന്നെ ഞാൻ PG കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് മാർസ്ലീവ മെഡിസിറ്റി എന്ന് പറഞ്ഞുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പന് ഇവിടെ ഞങ്ങളുടെ നാട് ശരിക്കും ഇവിടെ തന്നെയാണ്. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും പറയുന്നൊരു ഹോസ്പിറ്റലായിരുന്നു അത് കേട്ട് എനിക്കും അവിടെ എന്നാൽ വർക്ക് ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കേരളത്തിൽ എവിടെയും കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് പിന്നെ നാഗർകോവിൽ ഒരു ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ തമ്മിലോട് പറഞ്ഞു, തമ്മിൽ കുറേ ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞതാണ്, എനിക്ക് അവിടെ നിന്ന് കോട്ടയത്ത് കയറണം എന്നുള്ളത് ഞാൻ പറഞ്ഞാണല്ലോ, എന്നിട്ട് എൻ്റെ ഇത്രയും ദൂരത്ത് തന്നെ കൊണ്ടുപോയിട്ടെന്നൊക്കെ ഞാൻ അങ്ങനെ പരാതി പറഞ്ഞായിരുന്നു. പക്ഷേ തമ്പുരാൻ അതെല്ലാം ഇടപെട്ട് എനിക്ക് ഒരു 3-4 മാസം എന്നെ അവിടെ കൊണ്ടുപോയി എന്നെന്തോ പഠിപ്പിക്കാൻ കണക്കാക്കിയിട്ട് അവിടെ കൊണ്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അവിടെ നാഗർകോവിൽ പോയി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് മെയിൽ വന്നു. ഞാൻ എപ്പോഴും മെയിൽ അയക്കാറുള്ളതാണ് ഇവിടെ കോട്ടയത്തോട്ട്, പക്ഷെ അവർ റിജക്റ്റ് ചെയ്യായിരുന്നു. ഇത് ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല, കാരണം ഞാൻ അത്ര ദൂരമായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാനിവിടെ പോയി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ അവിടുന്ന് വിളിച്ചു. ഒരു 35 പേരോളം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്, 2 പോസ്റ്റേ ഒഴിവുള്ളൂ. അപ്പോൾ ദൂരത്തിൻ്റെ ഒരു ഇത് പരിഗണിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. മാത്രമല്ല എൻ്റെ കൂടെ അന്ന് ഇൻ്റർവ്യൂവിന് വന്നവരെല്ലാവരും എനിക്ക് ഇന്ന ആളുടെ റെക്കമെൻഡേഷൻ ഉണ്ട്, എനിക്ക് ഇന്ന ആളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെന്ന് പറയും. ഞാൻ അപ്പോഴും മാതാവിൻ്റെ ലോക്കറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഏശയ 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളെല്ലാം നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഓടിക്കുകയും ചെയ്യും, നിൻ്റെ പേജിൽ വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യദാന ശേഖരവും ഞാൻ നിനക്ക് തരും എന്ന ഒരു വചനം മുറുക്കെ പിടിച്ചുകൊണ്ട് ആരുടെ റെക്കമെൻഡേഷനും വേണ്ട, എനിക്ക് മാതാവിൻ്റെ റെക്കമെൻഡേഷൻ മാത്രം മതി, എനിക്ക് അവിടെ കിട്ടണം എന്നുള്ളൊരു അതിയായ പ്രാർത്ഥനയിലും ആഗ്രഹത്തിലും ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് നല്ല എളുപ്പമായിരുന്നു. ഒരു എക്സാം ഉണ്ടായിരുന്നു, എക്സാമും എനിക്ക് നല്ലപോലെ ചെയ്യാനും പറ്റി. ഈ പറഞ്ഞ 35 പേരിൽ നിന്ന് 2 പേരെ എടുത്തുള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷ അല്ല എന്നെ എടുക്കുമെന്നുള്ളത്. ഞാൻ ഇൻ്റർവ്യൂ കഴിയാൻ നേരത്ത് ചോദിച്ചു, സാറേ ഇതിൻ്റെ റിസൾട്ട് എപ്പോഴേക്കും അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾ വിളിച്ചേക്കാട്ടോ എന്ന് പറഞ്ഞു. ആ മുഖം ഇച്ചിരി ചുളിഞ്ഞുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി മിക്കവാറും എനിക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന്. പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഞാൻ നാഗർകോവിലിന് ലീവ് എടുത്ത് വന്നേക്കുമായിരുന്നു. വീട്ടിലോട്ട് എത്തി പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോഴേക്കും എനിക്ക് HR-ൻ്റെ അവിടെ നിന്ന് കോൾ വന്നു, സോണി സെലക്റ്റാണ്. അത് ഞാൻ ഉദ്ദേശിച്ച പാക്കേജിനേക്കാൾ ഒത്തിരി മുകളിലുള്ളൊരു പോസ്റ്റിലേക്കാണ് എനിക്ക് കിട്ടിയതും. മാത്രമല്ല കിട്ടിയിട്ടുള്ള സാലറി ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിനെക്കാട്ടിലും ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു. ഒരുപാട് അനുഗ്രഹമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. കൂടാതെ എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാലോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ഡള്ളായി പോകുന്ന അവസ്ഥയിൽ എൻ്റെ കൂടെ എപ്പോഴും തമ്പുരാനുണ്ട്, അല്ലെങ്കിൽ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം എനിക്ക് എപ്പോഴും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടി. എനിക്കിപ്പോഴത്തെ യൂത്തിനോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ മറ്റൊന്നിലും നിങ്ങൾക്കൊരു വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴോ മറ്റൊന്നിൽ പോയിട്ട് ആശ്രയിക്കാൻ നിൽക്കാതെ, അതിലൊക്കെ ഒരു പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു കുറച്ച് സമയത്തേക്കുള്ളൊരു സുഖദുഃഖങ്ങളായിട്ട് ആ രീതിയിലേക്ക് മാറിപ്പോയുള്ളൂ. പക്ഷേ തമ്പുരാനോടത്തേക്ക് ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ പ്രശ്നം എന്തായാലും പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ തമ്പുരാൻ ഉറപ്പായിട്ട് തരും. അപ്പോൾ അതിന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള എൻ്റെ ലൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. ഞങ്ങൾ പറയാൻ എനിക്ക് അധികം കഴിവുള്ള ഒരാളല്ല, പക്ഷേ ഞാൻ മാതാവിനോട് പറയത് ഇതും കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം യൂത്തിനോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ ഇത് പോയി പറയാറുണ്ട്, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് 1-2 സുഹൃത്തുക്കൾ എൻ്റെ ഇവിടെ വന്ന് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തവരുണ്ട്. തമ്പുരാനെ ആശ്രയിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇച്ചിരി വൈകുന്ന കാണുമ്പോഴേക്കും തളരരുത് ആരും.
എന്തായാലും തമ്പുരാൻ അത് നേടിത്തരും. എന്ത് തന്നെയായാലും എന്ത് വിഷമമാണെങ്കിലും തമ്പുരാൻ അത് മാറ്റി തരും. എപ്പോഴും കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുള്ളത്. അതാണ് എനിക്ക് ഞാൻ ഒരു ഒഴിവ് കിട്ടുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഈവൻ നാഗർകോവിൽ വർക്ക് ചെയ്ത സമയത്താണെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിലൊന്നും കറങ്ങാൻ പോകത്തില്ല. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷെ എവിടെയും പോകത്തില്ല. അവിടുന്ന് രാവിലെ അവിടുന്ന് പരശുരാം ട്രെയിൻ ഉണ്ട്, അത് കയറി കായംകുളത്ത് വന്നിട്ട് നേരെ ഇവിടെ വന്ന് വരാറാണ് ഞാൻ ചെയ്യാറ്. എനിക്കിവിടെ വരുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞ് ഇവിടെ വന്നിരുന്നാൽ മതി, എൻ്റെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് നിറഞ്ഞു പോകും. കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. മാതാവിൻ്റെ മുന്നേ വന്ന് നിൽക്കുമ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ ഇത്രയും വട്ടം ഇവിടെ വന്നിട്ട് ഒരു വട്ടം പോലും എൻ്റെ കണ്ണ് നിറയായിരുന്നിട്ടില്ല. എന്താണെന്ന് നോക്കുമ്പോൾ സന്തോഷം കൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് കിട്ടുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്തായാലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും മറ്റും നേടിത്തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിന് നേടിത്തന്നിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും എല്ലാവിധ സന്തോഷങ്ങൾക്കും നന്മകൾക്കും എല്ലാത്തിനും ഓർത്ത് തമ്പുരാനെ നന്ദി പറയുന്നു. തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.